നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപ്പാസ് റോഡ് ചെമ്മാട്. വാർത്തകൾ വിശദമായി. പൂക്കിപ്പറമ്പ് മുതൽ കക്കാട് കൂരിയാട് പാലം വരെ പുതിയ ദേശീയപാത തുറന്നുകൊടുത്തതോടെ കക്കാട് സ്റ്റോപ്പിൽ ബസ്സുകൾ നിർത്തുന്നില്ലെന്ന് പരാതി. ചില ബസ്സുകൾ പുതിയ ദേശീയപാതയിലൂടെ പോകുന്നതോടെ കക്കാട് സ്റ്റോപ്പിൽ ബസ്സിനെ ആശ്രയിച്ച് നിൽക്കുന്ന യാത്രക്കാർ ദുരിതത്തിലായി. സംഭവത്തിൽ കക്കാട് കരിമ്പിൽ സ്വദേശി TP ഇമ്രാൻ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് ബസ്സുകൾ കൃത്യമായി നിർത്താത്തത് പരിശോധിച്ച് ഉചിതമായ നടപടിയെടുക്കുമെന്ന് ഗതാഗത മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. പുതിയ പാത തുറന്നുകൊടുത്തതോടെ ദീർഘദൂര KSRTCകളും സ്വകാര്യ ബസ്സുകളുമാണ് നിർത്താത്തത്. പൂക്കിപ്പറമ്പ് മുതൽ കരിമ്പിൽ ആലഞ്ചുവോട് വരെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ തുറന്നുകൊടുത്തിരുന്നു. കഴിഞ്ഞ ദിവസമാണ് കരിമ്പിൽ ആലഞ്ചുവോട് മുതൽ കക്കാട് കൂരിയാട് പാലം വരെ തുറന്നുകൊടുത്തത്. ഇതോടെ തൃശ്ശൂരിൽ നിന്നും കോഴിക്കോട്ട് പോകുന്ന ചില ബസ്സുകളും കോഴിക്കോട് നിന്നും തൃശ്ശൂരിലേക്ക് വരുന്ന ചില ബസ്സുകളും പുതിയ ദേശീയപാതയിലൂടെയാണ് കടന്നു പോകുന്നത്. പുതിയ പാത കക്കാട് ടൗൺ ഭാഗത്ത് ഏറെ താഴ്ചയിലാണ്. സർവീസ് റോഡിലൂടെ യാത്ര ചെയ്താൽ മാത്രമാണ് കക്കാട് സ്റ്റോപ്പിൽ ബസ്സുകൾക്ക് കയറാനാവുക. ചങ്കുവെട്ടിയും യൂണിവേഴ്സിറ്റിയും കഴിഞ്ഞാൽ പ്രധാന സ്റ്റോപ്പായ കക്കാട് ടൗണിലെ സ്റ്റോപ്പിൽ ബസ്സുകൾ നിർത്താതെ പോകുന്നത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള യാത്രക്കാർക്ക് ദുരിതമാണ് നൽകുന്നത്. ഇതോടെയാണ് ഇമ്രാൻ ഗതാഗത മന്ത്രിക്ക് പരാതി നൽകിയത്. നിലവിൽ ബസ്സുകൾ സർവീസ് റോഡ് വഴി കക്കാട് സ്റ്റോപ്പിൽ വരുന്നുണ്ടെന്നും ഇനി കക്കാട് സ്റ്റോപ്പിനെ അവഗണിച്ച് ദേശീയപാത മാർഗം ബസ്സുകൾ പോയാൽ മറ്റു നടപടികളിലേക്ക് പോകുന്നത് ചിന്തിക്കുമെന്നും ഇമ്രാൻ പറഞ്ഞു. ഇവിടെ ഈ അടിപ്പാത തുറന്നതിന് ശേഷം ഹൈവേ ഈ വർക്ക് തുറന്നതിന് ശേഷം വാഹനങ്ങൾ ദീർഘദൂര ബസ്സുകളൊക്കെ താഴത്തൂടെ പോലെ തുടങ്ങിയപ്പോൾ ഇവിടെ യാത്രക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ കക്കാട് ബസ് സ്റ്റോപ്പിൽ വരാതെ വാഹനങ്ങൾ താഴത്തൂടെ പോകുന്നതുകൊണ്ട് തന്നെ അവിടെ ബസ് താഴത്തിറക്കിയ ശേഷം ആളുകൾക്ക് ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടൊക്കെയാണ് വരുന്ന ഒരു സാഹചര്യം ഉള്ളത്. അതുകൊണ്ട് തന്നെ രാത്രിയൊക്കെ ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അതിനാൽ തന്നെ ഈ ഇന്നലെ അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടണം എന്നാവശ്യപ്പെട്ട് ഗതാഗത മന്ത്രിക്ക് പരാതി നൽകുകയും വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഗതാഗത മന്ത്രിയുടെ ഓഫീസ് അടിയന്തരമായിട്ട് വിഷയത്തിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ തന്നെ ഇന്ന് ബസ്സുകൾ ഇപ്പോൾ ഇതിലൂടെ തന്നെ ബസ് സ്റ്റോപ്പിൽ വന്ന് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് തുടർന്നും അതിന് തന്നെ ആ രീതിയിൽ തന്നെ പോകണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനിയും മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ വീണ്ടും ഗതാഗത മന്ത്രിക്ക് വീണ്ടും പരാതി നൽകി കർശന നടപടിയുമായി മുന്നോട്ട് പോകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഇതേ പ്രശ്നം മറ്റു പല പ്രദേശത്തും വന്നിട്ടുണ്ട്. അപ്പോൾ ആ വിഷയത്തിനും കൂടി പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. PSMO കോളേജ് ഉൾപ്പെടെയുള്ള നിരവധി വിദ്യാലയങ്ങൾ, തിരൂരങ്ങാടി താലൂക്ക് ആസ്ഥാനം, തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രി, മമ്പുറം മഖാം എന്നിവിടങ്ങളിലേക്ക് വരാനുള്ള ഏക സ്റ്റോപ്പാണ് കക്കാട്. അതിനാൽ തന്നെ ബസ്സുകൾ ദേശീയപാതയിലൂടെ പോകുന്നതോടെ ബസ് കാത്തു നിൽക്കുന്ന ദീർഘദൂര യാത്രക്കാർക്കും ഇറങ്ങേണ്ട യാത്രക്കാർക്കും ഇത് ഏറെ പ്രയാസമാണ് സൃഷ്ടിക്കുന്നത്. മാത്രമല്ല, കക്കാട് ഇറങ്ങേണ്ട യാത്രക്കാർക്ക് സ്റ്റോപ്പിൽ നിർത്താതെ പോകുന്നത് കാരണം കിലോമീറ്ററുകൾക്കപ്പുറം ഇറങ്ങേണ്ട അവസ്ഥയുമാണ്. ചില ബസ്സുകൾ യാത്രക്കാരെ പുതിയ പാതയിൽ താഴെ ഇറക്കിവിടുന്നത് കാരണം കക്കാട്ടേക്ക് വരണമെങ്കിൽ മറ്റു വാഹനങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. രാത്രിയിൽ ഇത്തരത്തിൽ അടിപ്പാതയിൽ ഇറക്കിവിടുന്നത് കാരണം വാഹനങ്ങൾ കിട്ടാതെ യാത്രക്കാർ പ്രയാസപ്പെട്ടിരുന്നു. ജില്ലയിൽ പുതിയ ദേശീയപാത കടന്നു പോകുന്ന ഇത്തരം സ്ഥലങ്ങളിലെല്ലാം യാത്രക്കാരുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് കരിമ്പിൽ സ്വദേശി TP ഇമ്രാൻ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയത്. ഈ പരാതിയിലാണ് മന്ത്രിയുടെ ഓഫീസ് ഉചിതമായ നടപടിയെടുക്കുമെന്ന് അറിയിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.